പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടപ്പോൾ ജീവിതം മതിയെന്ന് തോന്നി. ദൈവങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിലെ ഉരുളി മോഷണ ശ്രമത്തിൽ സത്യമായിട്ട് ഞാൻ പങ്കാളിയായിരുന്നില്ല. തൊഴിലില്ലായ്മയ്ക്ക് മുന്നിൽ ദൈവത്തെ പുനരുദ്ധരിക്കാനുള്ള കമ്മിറ്റിക്കാരോടുള്ള ദേഷ്യം വടക്കേലെ ദിനേശനും കൂട്ടരും ചേർന്ന് തീർത്തപ്പോൾ അറിയാതെ ഞാനും അതിലൊരു കുറ്റക്കാരനായി. സംഭവം നടന്നെന്ന രാത്രി ആൽത്തറയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. പക്ഷെ സുഹൃത്തെ, ഞാൻ നിരപരാധിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തിട്ടും പിന്നെ എന്തിനിങ്ങനെ ഒരു ശ്രമം എന്ന് നീ കരുതുന്നുണ്ടാവും. അതിനുശേഷം വീട്ടിലെ സ്ഥിതി വളരെ ക്രൂരമായിരുന്നു. എനിക്കൊരു തൊഴിൽ കിട്ടിയാലേ പാർട്ടീഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന അമ്മയുടെ തീരുമാനത്തിൽ കലി പൂണ്ട് കഴിയുന്ന പെങ്ങന്മാർക്കും അളിയന്മാർക്കും മുന്നിൽ ഞാനൊരു ബദ്ധശത്രുവായി മാറി. ഇരട്ട കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സമ്പാദിച്ചതെല്ലാം മാഞ്ചിയം തേക്ക് പ്ലാന്റേഷനുകളിൽ തൊലഞ്ഞയിലുള്ള ദേഷ്യം മൂത്ത അളിയനും പെങ്ങളും എന്നോട് തീർത്തു. വെറും ഒരു ഡ്രിൽ മാഷായ അളിയൻ രാമുണ്ണി മാഷും 1ാം ക്ലാസ്സിൽ തറയും പറയും പാഠം ചൊല്ലിക്കൊടുക്കുന്ന ചേച്ചി മഹാലക്ഷ്മി ടീച്ചറും തരം താഴ്ന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. പട്ടാളക്കാര ഭർത്താവിനപ്പുറം മറ്റൊരു ലോകമില്ല എന്ന് വിശ്വസിച്ച് കഴിയുന്ന 2ാമത്തെ പെങ്ങൾ വിജയലക്ഷ്മി നാഗാലാൻഡ് അതിർത്തിയിൽ എവിടെയോ തൂക്കുമായി കാവൽ നിൽക്കുന്ന ഭർത്താവിന്റെ മാനം ഞാൻ കാരണം നശിച്ചു എന്നാണത്ര ചേച്ചിയുടെ വാദം. 6 മുഴത്തിന്റെ പാതിയാണല്ലോ 3 മുഴം. 2 പെഗ്ഗടിച്ചാൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന പോസ്റ്റ്മാൻ അളിയൻ ബാലകൃഷ്ണൻ അന്ന് എന്നെ ഒരുപാട് തെറി പറഞ്ഞു. പെങ്ങളുടെ അംഗവൈകല്യത്തിന്റെ ഔദാര്യത്തിൽ ഭർത്തൃപദം കിട്ടിയ നീർക്കോലിയോട് പോലും എനിക്ക് ക്ഷമിക്കേണ്ടി വന്നു. ക്ഷമ കഴുതയുടെ ഗുണമാണെന്നറിഞ്ഞു തന്നെ. ആശ്വസിപ്പിക്കാൻ അമ്മ മാത്രം. പക്ഷേ എന്റെ നിരപരാധിത്വം അമ്മ പോലും വിശ്വസിച്ചിരുന്നില്ല. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ 7.5 ശനിയാണത്ര എനിക്ക്. മകനെ സ്ഥാപിക്കാൻ ശനിയെ പഴിക്കുന്ന പാവം എൻ്റെ അമ്മ.